നമസ്കാരം. കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയനാട് ദുരന്ത സഹായം വൈകുന്നതിൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്രം ഒളിച്ചോടി. കേരളം കണക്ക് നൽകാത്തത് കൊണ്ടാണ് കേന്ദ്രം സഹായം അനുവദിക്കാത്തതെന്ന വാദം തെറ്റാണെന്നും അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തിൽ കേരള സർക്കാരിൽ നിന്നും ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇക്കാര്യം വിശദീകരിച്ച സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. റിസർവ് ബാങ്ക് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിക്കുമെന്ന റിപ്പോർട്ട്. രാജസ്ഥാൻ കേഡറിലെ 1990 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് മൽഹോത്ര. നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസിന്റെ കാലാവധി ഡിസംബർ 10 അവസാനിക്കാനിരിക്കെയാണ് നിലവിൽ റവന്യൂ സെക്രട്ടറിയായ സഞ്ജയ് മൽഹോത്രയ്ക്ക് 3 വർഷത്തേക്ക് നിയമിക്കാൻ തീരുമാനിച്ചത്. 69ാമത് നോർക്ക റൂട്ട്സ് ബോർഡ് യോഗം ചേർന്നു. ഡിസംബർ 3 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഡയറക്ടേഴ്സ് റിപ്പോർട്ട് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അവതരിപ്പിച്ചു. ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള അസംസ്കൃത എണ്ണ വില കുറയ്ക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ. ഏഷ്യയിലെ എണ്ണ ഉപഭോഗം കുറഞ്ഞതാണ് വില കുറയ്ക്കാനുള്ള കാരണം. അടുത്ത മാസം വിതരണം ചെയ്യാനുള്ള സൗദി ക്രൂഡ് ഓയിൽ 4 വർഷത്തിനിടയിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിലായിരിക്കും വിൽക്കുക. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തയ്യൽ തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പിനായി ഡിസംബർ 31 വരെ അപേക്ഷിക്കാം. www.tailorswelfare.in എന്ന ഓൺലൈനിലാണ് അപേക്ഷ നൽകേണ്ടത്. വിശദ വിവരങ്ങൾക്ക് 0471255895. സംസ്ഥാനത്ത് 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണ വില ഉയർന്നു. പവന് 120 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണ വില വീണ്ടും 57,000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. വിപണിയിൽ 1 പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 57,040 രൂപയാണ്. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് പ്രവചനം. ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയെ തകർത്ത ബംഗ്ലാദേശ് അണ്ടർ-19 ഏഷ്യ കപ്പ് നിലനിർത്തി. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 59 റൺസിനായിരുന്നു ബംഗ്ലാദേശിന്റെ വിജയം. 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 35.2 ഓവറിൽ 139 റൺസിന് പുറത്തായി. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.